വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നെന്താണെന്ന് വെച്ചാൽ നാളെ തിരുവോണമല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തലേന്ന് ഫ്ലവർ കട്ടിങ് ആണെന്ന് വെച്ചാൽ നമ്മുടെ പൂക്കളെല്ലാം നമ്മൾ മുറിക്കില്ല. ഈ പൂ നമ്മൾ മുറിച്ചിട്ടില്ല. അത് നമ്മൾ ഇതിൻ്റെ പേര് ഓർമ്മയായി. നമ്മൾ ആദ്യം ഓറഞ്ച് ഫ്ലവർ കട്ട് ചെയ്തു. ഓറഞ്ച് ഫ്ലവർ ആദ്യം നമ്മൾ കട്ട് ചെയ്തു. ഇനി യെല്ലോ ഫ്ലവറും നമ്മൾ റോസാപ്പൂ റോസാപ്പൂവാണ് ഇനി റോസാപ്പൂവാണ് ഇനി കട്ട് ചെയ്യാനുള്ളത്. എന്ന് വെച്ചാൽ ഇന്നൊരു സന്തോഷ വാർത്ത. നാളെ തിരുവോണമായോണ്ട് അറിയില്ല. എന്ന് വെച്ചാൽ ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്നാ വെച്ചാൽ ഗായ്സ് നമ്മളെ കോഴി മുട്ടയിട്ട് അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു പൂ മുറിച്ചിടാൻ തുടങ്ങി. അപ്പം നമ്മൾ പൂ മുറിച്ചിടാൻ തുടങ്ങി. ഞാനും അമ്മയും കൂടിയിട്ട് ഓറഞ്ച് പൂ ഞാൻ നേരത്തെ മുറിച്ചിട്ട് അമ്മയെ പറ്റിച്ചു. അമ്മ എന്നോട് പറഞ്ഞമാരെ അമ്മ എന്നോട് ചോദിച്ച് മോളെ നമുക്ക് എന്താ ഈ ഓറഞ്ച് പൂന്നാന്ന് മുറിച്ചിടാൻ പിന്നെ എങ്ങനെയാണ് എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞപ്പോൾ നീക്കുമല്ല ഞാനും അമ്മ ഞാൻ ഒറ്റ മുറിക്കാനാണ് പറഞ്ഞത്. അപ്പൊ അമ്മമാരെയാണ് അപ്പോൾ നമുക്ക് രണ്ടാൾക്കും കൂടി മുറിച്ചിടാം. നാളെത്തെ തിരുവോണത്തിന്റെ പൂവാണ് മുറിക്കുന്നത്. എനിക്ക് ഇന്നലെ ഇങ്ങനെ കത്തിയെ കൂടെ അധികം സമയമായിട്ട് കൂടെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? അതെനിക്കില്ല. ഇല്ല, എനിക്ക് ഞാൻ വലിയ ആളല്ലേ, നീ കുഞ്ഞും കുട്ടികളെ പോലെ ആയിരിക്കൂലല്ലോ കഴിക്കല്ലോ. അതുകൊണ്ട് അപ്പം ഗായ്സ് എന്ന് വെച്ചാൽ നമ്മൾ വൈകുന്നേരം നമ്മൾ പൂ മേടിക്കാൻ ആദ്യം വിചാരിച്ചിരുന്നു. എന്ന് വെച്ചാൽ പക്ഷെ സന്ധ്യയായി. അപ്പം നമുക്ക് മേടിക്കാൻ പറ്റിയില്ല അല്ലേ അമ്മ. അപ്പം നമ്മൾ ഇത് ഏട്ടനെ പറഞ്ഞു ഒരു 3 മേടിച്ചു. റോസാപ്പൂവും ഈ മല്ലിക മഞ്ഞ മല്ലിക ഓറഞ്ച് മല്ലികയും അത് 3 കൂടി മേടിച്ചുള്ളൂ. പക്ഷെ അത് കുറവായപ്പോ അച്ഛനെന്നാ പറഞ്ഞത് നാളെയും പോയിട്ട് കുറച്ച് പൂ മേടിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് എവരിബഡി. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ എന്താ വെച്ചാൽ നമ്മള് പൂവെല്ലാം ഉള്ളി ഇടാൻ ഓണക്കോടി. ഇതെല്ലാം ശരിക്കും ഇതെല്ലാം ഇതന്നെ അമ്മമ്മ എടുത്ത ഓണക്കോടി. ശരിക്കും ഇതെല്ലാം എൻ്റെ ഓണക്കോടി. വേറെ പട്ടുപാവടി അതിൻ്റെ ആൻറ്റി ഒക്കെ തുന്നി തന്നെ പട്ടുപാവടി. പക്ഷെ ഇത് ഓണക്കോടി തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് അമ്മമ്മ ഇന്നലെ മേടിച്ചത് ഓണക്കോടിയാണിത്. അപ്പൊ നമ്മള് പൂട്ട് നോക്കിയിട്ട് നമ്മൾ ഉള്ളി ഇടലാണ്. ഇത് ഞാൻ മഞ്ഞ ഇടലും അമ്മമ്മ ഓറഞ്ച് ഇടലാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇന്ന് കാലത്തെ എണീറ്റു. എല്ലാവരും കാലത്തെ എണീറ്റു എല്ലാവരും ഇതായി. പിന്നെ ഞാനും മോൻ്റെ മക്കളും കൂടി ചക്രക്കല്ല് പോയി പൂവെല്ലാം ഇഷ്ടംപോലെ വാങ്ങി വന്ന്. ഇന്നലെ വാങ്ങിയ പൂവെല്ലാം ഇന്നലെ തന്നെ ഇട്ട് തീർന്നിന്. ഇന്ന് പോലെ ഇന്ന് രാവിലെ പോയിട്ട് ഞാനും മക്കളും മോൻ്റെ മക്കളും മോന് അച്ചാച്ചൻ വന്നിട്ടില്ല. അച്ചാച്ചൻ വരാനുകൊണ്ട് മോനാണ് ഡ്രൈവ് ചെയ്തിട്ട് വന്നത്. ഇങ്ങനെ നമ്മളെ പൂവിടാൻ നോക്കണം. കഴിഞ്ഞു ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന പറഞ്ഞ് എനിക്ക് കാണിച്ചു തരാം. എന്നാ പറ്റി ഡ്രസ്സ് മാറ്റി
പട്ടുപാവാടിയും ഡ്രസ്സും. ഇതാണ് എൻ്റെ അല്ല എനിക്ക് ഓണത്തിന് ആയിട്ട് ഓണക്കോടിയായിട്ട് തന്നെ പട്ടുപാവാട. എൻ്റെ ആൻറ്റി തുന്നിത്തുന്ന പട്ടുപാവാടയും ഇതെൻ്റെ അമ്മമ്മേ ആയിട്ട് വേറെ ഓണക്കൂടി അമ്മ വീട് വെപ്പാന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഓണപരിപാടി ഉണ്ട്, ഓണാഘോഷ പരിപാടി ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് പോകുമ്പോ നമ്മളെ യഥാർത്ഥ ഡ്രസ്സ് നിങ്ങൾ കാണാൻ പോകുന്നത് അല്ലേ? എന്റെ അമ്മമ്മന്റെ യഥാർത്ഥ ഡ്രസ്സ് നിങ്ങൾ അതൊന്ന് കാണാൻ പോകുന്നത്. 2, 3 അതിന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, എന്റെ മുടിക്കെട്ടൽ എങ്ങനെയുണ്ട്, എന്റെ അമ്മമ്മയുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, അതിന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്, എന്റെ ഫ്ലവർ എങ്ങനെയുണ്ട്, എല്ലാം എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമന്റ് ബോക്സ് കമന്റ് ചെയ്യണം ഗൈസ്. അന്നയും എന്റെ അമ്മമ്മയും എന്റെ പൂവും കൂടി ഇഷ്ടപ്പെട്ടാൽ കമന്റ് ഉറപ്പായിട്ട് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും നമ്മളെ വക ഹൃദയം നിറഞ്ഞ തിരുവോണം ആശംസകൾ. ബൈ ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഓക്കെ ബൈ ബൈ. അപ്പൊ ഇന്നത്തെ ഓണത്തിന്റെ വ്ളോഗ്